എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ചർച്ച നടത്തുന്നു. ബിഷപ്പ് ഹൌസിലാണ് ചർച്ച. ചർച്ചയിൽ വിശ്വാസമുണ്ടെന്ന് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചു. മേജർ ആർച്ച് ബിഷപ്പിന്റെ വിക്കർ ഈ അച്ഛന്മാരെ ആയിട്ട് 21 അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല, ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലം തീരില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു ഉറപ്പ് കളക്ടർ സാറിന്റെ മുൻപിൽ വെച്ച് മാർ ജോസഫ് പാംബ്ലാനി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൺസ്ട്രക്റ്റീവായിട്ടൊരു ചർച്ച നടത്താം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. അഭിനന്ദ്, രാത്രി വൈകിയും ചർച്ച തുടരുകയാണ്. ഒരു സമവായ സാധ്യത തെളിയുമെന്ന പ്രതീക്ഷയാണോ എല്ലാവർക്കും? സുഹൈൽ, എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചയായിരുന്നു ജില്ലാ കളക്ടർ NSK ഉമേഷ് നേതൃത്വത്തിൽ ഇന്ന് കളക്ടറുടെ വസതിയിൽ നടന്നത്. അതിന് പിന്നാലെയാണ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച ഇപ്പോൾ എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 ഇന്ന് ചർച്ച ആരംഭിച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ ഇന്നത്തെ ചർച്ച അത് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 21 വൈദികരുമായി പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം ഈ ബിഷപ്പ് ഹൗസിൽ നടത്തിക്കൊണ്ടിരുന്ന 21 വൈദികരുമായാണ് ചർച്ച നടത്തുക. സമാധാനപരമായ ഒരു ചർച്ച തന്നെ ഉണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് ഈ മാർ ജോസഫ് പാംബ്ലാനി ബിഷപ്പ് ഹൗസിലേക്ക് ചർച്ചയ്ക്കായി കയറി പോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയായിരിക്കും. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാർ ജോസഫ് പാംബ്ലാനിക്ക് കൈക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ സിറോ മലബാർ സഭയ്ക്കുമുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ ജനുവരി 9 വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് പ്രതിഷേധ പ്രാർത്ഥനായജ്ഞവുമായി ബിഷപ്പ് ഹൗസിൽ ഇവിടെ എത്തിയത്. പിന്നീട് അത് വലിയ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊച്ചി DSP അശ്വജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച ഇത് നടത്തിയത്. ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരുമായുള്ള ചർച്ച, 21 വൈദികരുമായുള്ള ചർച്ച ഈ രാത്രി വൈകിയിലും നടക്കുന്നത്. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം ഒരു അവസാന ലാപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ മഞ്ഞുരുക്കം എന്ന ഉള്ള ഒരു ചർച്ചയായിരിക്കും ഇവിടെ നടക്കുക. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, ശരി, തുടരുന്ന പ്രതിഷേധത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശം നൽകിയത്.